നമസ്കാരം. കേരള സ്റ്റോറി 2വുമായി ബന്ധപ്പെട്ട ഹർജിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. ചിത്രത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കുന്നതിനായി ഹൈക്കോടതി ബുധനാഴ്ച സിനിമ കാണും. വിവാദ ചിത്രം കേരള സ്റ്റോറി 2വിന് പ്രദർശനാനുമതി നൽകരുതെന്നും സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി ഇടപെടൽ. കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക അവഗണിക്കാനാവില്ലെന്ന് ഹർജി പരിഗണിച്ച് കോടതി പറഞ്ഞു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ കുരിശടിയിലെ തറയുടെ മെറ്റൽ നീക്കം ചെയ്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കരിങ്കൽ മെറ്റൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. പൊടിശല്യം മൂലം ജനങ്ങളും കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ആളൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കനാലിൽ വീണ യുവതിക്ക് പരിക്ക്. കനാലിൽ വെള്ളം ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ വനഭൂമിയിൽ നിലനിൽക്കുന്ന കുരിശടിയിലെ തറയുടെ മെറ്റൽ നീക്കം ചെയ്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കരിങ്കൽ മെറ്റൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ ബഹളം വെച്ചത് മണിക്കൂറുകളോളം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. മെറ്റൽ മാറ്റിയ തറയിൽ കോൺക്രീറ്റിംഗ് നടത്താനുള്ള നീക്കമുണ്ടായതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് ചട്ടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തി കുരിശടിയിലെ മെറ്റൽ നീക്കിയത്. പകുതിയോളം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയതോടെ പരിസരവാസികൾ രംഗത്തെത്തി. ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. ബലപ്രയോഗത്തിന്റെ വക്കോളം എത്തിയപ്പോൾ പള്ളിയിൽ കൂട്ടമണിയടിച്ചു. ഇതോടെ പരിസരത്ത് നിരവധി ആളുകൾ എത്തിച്ചേർന്നു. രംഗം വഷളായപ്പോൾ മെറ്റൽ നീക്കം ഉദ്യോഗസ്ഥർ നിർത്തിവെച്ചു. വിവരമറിഞ്ഞ് കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി തുടങ്ങിയവർ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. മുൻ പള്ളി വികാരിയുടെ പേരിലുള്ള 88 സെന്റ് സ്ഥലത്തിന് പട്ടയത്തിനായി നൽകിയ അപേക്ഷയും സർക്കാരിന്റെ പക്കലുണ്ടെന്നും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞതെന്നുമാണ് വിശ്വാസികളുടെ വാദം. 1956 മുമ്പ് ഞങ്ങളുടെ പൂർവികരായുള്ള ആളുകൾ ഈ വനഭൂമി കയ്യേറി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ കുരിശ്. 1977 മുമ്പുള്ള കൈവശങ്ങൾ സാധൂകരിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഒരു ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. ആ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെട്ട ഈ ഭൂമി ഇതിൻ്റെ പട്ടയ നടപടികൾക്ക് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമി ഇരിക്കുന്നത് ഫാദർ ആൻ്റണി മുക്കാട്ടിരിക്കാരൻ അച്ഛൻ്റെ പേരിൽ, വ്യക്തിയുടെ പേരിലാണ്, അച്ഛൻ്റെ പേരിലാണ് ഭൂമി ഇരിക്കുന്നത്. ആ പട്ടയം അനുവദിക്കാൻ ഗവൺമെൻറ്റിന് യാതൊരു തടസ്സമില്ല. കൃത്യമായിട്ട് DFOയോട് കളക്ടർ കത്ത് ചെയ്ത് ചോദിച്ചിരുന്നു. ഈ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. കൃത്യമായിട്ട് കളക്ടർ മറുപടിയും കൊടുത്തിരുന്നു, ഈ ഭൂമിക്ക് പട്ടയം അനുവദിക്കാവുന്നതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഭൂമിയുടെ GPS സർവേ പൂർത്തീകരിച്ചതും പട്ടയ നടപടികൾക്ക് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ പരിഗണനയിൽ പട്ടയ നടപടികൾ, പട്ടയ വിതരണത്തിന് വേണ്ടി നടപടിയിലിരിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആരാധന നടത്തുന്നത്, ഞങ്ങളുടെ കുരിശടി ഞങ്ങൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മെറ്റൽ വിരിച്ച് അതിനെ ഒന്ന് വൃത്തിയാക്കിയിട്ടതാണ് ഫോറസ്റ്റുകാർ ഒന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് വ്യക്തമായ പ്രകോപനമാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയണം. പ്രശ്നത്തിന് തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ തടഞ്ഞ ആളുകൾക്കെതിരെ കേസുകൾ എടുക്കില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിസരവാസികൾക്ക് ഉറപ്പു നൽകി. മീഡിയ ടൈം, ചാലക്കുടി. പൊടിയിൽ മുങ്ങി കൊടുങ്ങല്ലൂർ ചന്തപ്പുര ജംഗ്ഷൻ. അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും. പൊടിശല്യം സഹിക്കാൻ കഴിയാതെ യാത്രക്കാരും തൊഴിലാളികളും കച്ചവടക്കാരും ദുരിതത്തിൽ. ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും പൊടിശല്യം കാരണമായേക്കാവുന്ന അവസ്ഥയാണ് നിലവിൽ. ദേശീയപാത മേൽപ്പാല നിർമ്മാണത്തിനൊപ്പം സംസ്ഥാന പാത തകർന്നതാണ് ജംഗ്ഷനിൽ പൊടിശല്യം വർദ്ധിക്കാൻ ഇടയാക്കിയത്. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. അതോടൊപ്പം തന്നെ പൊടിശല്യം മൂലം ജനങ്ങളും കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിലാണ്. പൊടിശല്യം യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമാകുന്നു. ചന്തപ്പുര ജംഗ്ഷനിൽ വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടി മൂലം ബൈക്ക് യാത്രികർക്ക് മുൻവശം പോലും കാണാനാകാത്ത സ്ഥിതിയാണ്. വലിയ കണ്ടെയ്നർ ലോറികളും ചരക്ക് ലോറികളും ബസ്സുകളും ഒരേ സമയം കടന്നു പോകുമ്പോൾ പൊടിശല്യത്തിനൊപ്പം ഗതാഗത കുരുക്കും വർദ്ധിക്കുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിശല്യം മൂലം മുഖം പൊത്തേണ്ട സ്ഥിതിയിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ.
നഗരത്തിലെ പൊടിശല്യം വർദ്ധിക്കുന്നതിനും കമ്പനിയുടെ അനാസ്ഥയാണ് കാരണമായിട്ടുള്ളതെന്നാണ് ആരോപണം. നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും ജനങ്ങളുടെ യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ചന്തപ്പുര ജംഗ്ഷനിലെ വ്യാപാരികൾക്കാണ് പൊടിശല്യം ഏറ്റവും കൂടുതൽ ദുരിതമായി മാറിയിരിക്കുന്നത്. സാധനങ്ങളെല്ലാം പൊടി പിടിക്കുന്നതിനാൽ ഈ ഭാഗത്തെ കച്ചവടത്തെയും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ മാസ്ക് ധരിച്ചാണ് പലരും കടയിലിരിക്കുന്നത്. ശ്വാസം മുട്ടും ശ്വാസകോശ സംബന്ധമായ പല രോഗങ്ങൾക്കും പൊടിശല്യം കാരണമായേക്കാവുന്ന അവസ്ഥയിലാണ് നാട്ടുകാർ. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചിരുന്നു. എന്നിട്ടും പരിഹാരം കാണാതെ അനങ്ങാപ്പാറ നയത്തിലാണ് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനികളും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ആളൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കനാലിൽ വീണ് യുവതിക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8 മണിയോടെ ആളൂർ പറമ്പി റോഡിന് സമീപത്താണ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കനാലിൽ വീണത്. സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്കും കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്കും നിസ്സാര പരിക്കേറ്റു. ഇരുവരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനാലിൽ വെള്ളമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. കണ്ടൽക്കാടുകളും നീർച്ചാലുകളും മണ്ണിട്ട് നികത്തിയതിനെതിരെ പ്രതിഷേധം. മാള KSRTC ഡിപ്പോയ്ക്ക് സമീപം പൊയ്യ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കണ്ടൽക്കാടുകളും നീർച്ചാലുകളും സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയതിൽ പ്രതിഷേധിച്ചാണ് AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി പ്രദേശത്ത് കൊടികുത്തി പ്രതിഷേധിച്ചത്. AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശം വരുന്നത് പൊയ്യ പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രദേശത്താണ് ഈ ഭാഗം വരുന്നത്. ഏകദേശം മാളയോട് ചേർന്ന് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കണ്ടൽക്കാടുകൾ വ്യക്തി നശിപ്പിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി മണ്ണിട്ട് നികത്തുന്ന നിലപാടിലേക്ക് ഇതിൻ്റെ ഭൂവുടസ്ഥര് തയ്യാറായി വന്നിരിക്കുകയാണ്. ഇത് വലിയൊരു പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തേണ്ട കാര്യം. ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ വീണ്ടും രാത്രിയുടെ മറവിൽ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ടോറസുകളിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ പറയുന്ന മാളച്ചാലിനോട് ചേർന്നുള്ള പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഇതിലൂടെയാണ് നമുക്ക് നമ്മുടെ കൃഷ്ണൻകോട്ട ഭാഗത്തേക്ക് പോകുന്ന അവിടെ നിന്ന് കയറ്റിറക്കത്തിൻ്റെ ഭാഗമായി വെള്ളം കടന്നു വരുന്ന പ്രധാന നീർച്ചാലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഈ കണ്ടൽക്കാടുകളെല്ലാം തന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള വലിയൊരു ജലക്ഷാമത്തിനും രൂക്ഷമായ ജലദൗർബല്യത്തിനെല്ലാം കാരണമാകുന്ന തരത്തിലാണ് ഇവിടെ മണ്ണിട്ട് നികത്തിയിരിക്കുന്നത്. കണ്ടൽക്കാടുകൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ലെന്ന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടുള്ള ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായി മണ്ണുകൾ അടിച്ചുകൊണ്ട് ഈ പ്രദേശം നികത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമുക്കറിയാം പൊയ്യ പഞ്ചായത്താണ് നടപടി സ്വീകരിക്കേണ്ടത്. ഈ നിമിഷം വരെ പൊയ്യ പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഇതിന്റെ മണ്ണ് എടുത്തു മാറ്റേണ്ട ഉത്തരവാദിത്തമൊക്കെ തന്നെ വില്ലേജും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വരും നാളുകൾ AIYF അതുപോലെ തന്നെ CP അടക്കമുള്ള സംഘടനകൾ കൊടുക്കും. നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ഇതിനു മുമ്പ് ഏതൊരു പ്രതിഷേധം പോലെ രേഖപ്പെടുത്തി തിരിഞ്ഞുപോയി. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് ഈ മണ്ണെടുത്ത് മാറ്റുന്നത് വരെ ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ തന്നെ AIYF ഉണ്ടാകും. തീർച്ചയായും ഇതിവിടെ ഇത്തരത്തിൽ മണ്ണടിച്ച് ഈ നടത്തിയ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം AIYF രേഖപ്പെടുത്തുകയാണ്. AIYF മാള മണ്ഡലം പ്രസിഡന്റ് രമ്യ ശ്രീജേഷ് അധ്യക്ഷത വഹിച്ചു. KK ഹഫ്സൽ, PS അഭിലാഷ്, മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, പഞ്ചായത്ത് മെമ്പർ സിമി ഭൂപേഷ്, സിജു സുകുമാരൻ, KK ശൈലജ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹി ശകുന്തള വേണു തുടങ്ങിയവർ നേതൃത്വം നൽകി. മാള ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കാത്ത LDF ഭരണസമിതിയുടെ അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് NDA മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുടമുടച്ച് നടത്തിയ പ്രതിഷേധ യോഗം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. കുടിവെള്ളമില്ലെങ്കിൽ മനുഷ്യൻ വെള്ളം കുടിക്കാതെ ദാഹിച്ചു മരിക്കും. മാള മേഖലയിലോ 2 പ്രാവശ്യം ഈ കൊടുങ്ങല്ലൂരിൽ MLA ആയിട്ടുള്ള സുനിൽകുമാർ, അയാൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ, കുടിവെള്ളം ഉണ്ടോ, ഈ കാര്യം അയാൾക്ക് അറിയില്ല. NDAയുടെ പ്രതിനിധി സംഘം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ MLA ബന്ധപ്പെട്ടപ്പോൾ ഇവിടുത്തെ MLA കുടിവെള്ളമൊക്കെ അവിടെ കിട്ടുന്നുണ്ട്, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ MLAയുടെ പാർട്ടിക്കാർക്കടക്കം കുടിവെള്ളമില്ലാത്തൊരവസ്ഥ, MLAയുടെ പാർട്ടിയുടെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടാൻ ഇവിടെ NDA ആണ് സമരം നടത്തുന്നത് എന്ന സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം
ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. BJP മാള ഏരിയ പ്രസിഡന്റ് അജിത് മേൽവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ്, NP സുധീർ, KS അനൂപ്, KK അജയ്കുമാർ, ജോയ് മാതിരപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയകാവ് പതിയാംകുളങ്ങര ഭഗവതിമാരെ ക്ഷേത്രമുറ്റത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പൈങ്ങോട് ശ്രീ ഖണ്ഡാകർണ ക്ഷേത്ര കൂട്ടിയെഴുന്നള്ളിപ്പ് മഹോത്സവം സമാപിച്ചു. 12 ദിവസം നീണ്ടുനിന്ന കളംപാട്ട് മഹോത്സവത്തിനും ഇതോടെ സമാപനമായി. താലവും മേളവുമായി നിരവധി ഭക്തർ ഭഗവതി സ്വീകരണത്തിന് സാന്നിധ്യമായി. രാവിലെ 5 മണി മുതൽ വിശേഷാൽ പൂജകൾ, ഉച്ചപൂജ, തുടർന്ന് പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന, തൃപ്രയാർ അനിയന്മാരാർ അവതരിപ്പിക്കുന്ന തായമ്പക എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടശ്ശേരി മാരാങ്കോട് സെന്റ് ജോസഫ് പള്ളിയുടെ കുരിശടിയിലെ തറയുടെ മെറ്റൽ നീക്കം ചെയ്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ കരിങ്കൽ മെറ്റൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ. കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ പാത തകർന്ന് ഗതാഗതം താറുമാറായി. പൊടിശല്യം മൂലം ജനങ്ങളും കടയുടമകളും തൊഴിലാളികളും ദുരിതത്തിൽ. ആളൂരിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കനാലിൽ വീണ യുവതിക്ക് പരിക്ക്. കനാലിൽ വെള്ളം ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.